ഡ്രാഗൺ ഫ്രീഡം എന്ന് പറയുന്ന അവരുടെ തിരിച്ചുവരവിനുള്ള യാത്രാ പേടകത്തിനകത്തേക്ക് അവർ കയറുകയാണ്. എന്തായാലും അപ്പോൾ നേരത്തെ പറഞ്ഞു നിന്ന് അല്പം വ്യത്യാസം ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 8:30 ഹാച്ച് ക്ലോസർ അതായത് ഈ വാതിൽ അടയ്ക്കുന്ന ജോലികൾ തുടങ്ങേണ്ടതായിരുന്നു. ഇപ്പോൾ എന്തായാലും അവർ അകത്തോട്ട് കയറിയിട്ടേ ഉള്ളൂ. അതിനർത്ഥം ഈ ഹാച്ച് ക്ലോഷറും അതിനനുസരിച്ച് ലാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് ചെറിയ സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം മാറ്റം ഉണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവർ തിരിച്ചു വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് 200 മീറ്റർ അകലത്തിൽ ഒരു കീപ്പ് ഔട്ട് സ്ഫിയർ ഉണ്ട്. അതിന് പുറത്തേക്ക് പേടകം എത്തിയതിനു ശേഷമാണ് മടക്കയാത്ര ശരിക്ക് തുടങ്ങുക എന്ന് പറയുന്നത്. അതിനുശേഷം 7 ഘട്ടങ്ങളായാണ് തിരിച്ചുവരവ്. ആദ്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് പേടകം വേർപ്പെടണം. അതിനുശേഷം കീപ്പ് ഔട്ട് സോണിന് പുറത്തേക്ക് എത്തണം. കീപ്പ് ഔട്ട് സോണിന് പുറത്തെത്തിയതിനു ശേഷം ഈ ഡ്രാഗൺ പേടകത്തിന്റെ ട്രങ്ക് ഉണ്ട്, അതിനെ ഉപേക്ഷിക്കണം. ഭൂമിയിലേക്ക് തിരിച്ചു വരുമ്പോൾ പേടകം മാത്രമേ തിരിച്ചു വരുന്നുള്ളൂ. അതിന് താഴെയുള്ള സോളാർ പാനലുകൾ അടക്കമുള്ള